നിയമസഭയെ ദേശവിരുദ്ധതയ്ക്ക് വേദിയാക്കി വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. ലോക്ഭവൻ നിർദ്ദേശം കാറ്റിൽ പറത്തി വന്ദേമാതരത്തെ അവഹേളിച്ചു. ഗവർണർ പങ്കെടുക്കുന്ന വേദിയിൽ പൂർണ്ണമായും വന്ദേമാതരം ചൊല്ലാതിരുന്നത് മുസ്ലിം ലീഗിനെയും ഇടത് പാർട്ടികളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. വി ഡി സതീശന്റെ ദേശവിരുദ്ധതയ്ക്ക് പിന്തുണ അറിയിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും രംഗത്തെത്തി. നിയമസഭയ്ക്കകത്ത് നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപ് തന്നെ ദേശവിരുദ്ധത നിറഞ്ഞു നിന്നു. പൂർണ്ണ ദേശീയ ഗീതം ആലപിക്കണമെന്ന ലോക്ഭവൻ നിർദ്ദേശം സഭയിൽ പാലിക്കപ്പെട്ടില്ല. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ കർശന നിർദ്ദേശമാണ് വന്ദേമാതരം 4 വരിയിൽ ഒതുക്കാൻ കാരണമായത്. നയപ്രഖ്യാപനത്തിന്റെ സമാപനത്തിലും 2 ഇരടികൾ മാത്രമായിരുന്നു പോലീസ് സംഘം വായിച്ചത്. ദേശീയ ഗാനത്തിനൊപ്പം തന്നെ ദേശീയ ഗീതത്തിനും പ്രാധാന്യം നൽകണമെന്ന ചട്ടമാണ് സഭയിൽ ലംഘിക്കപ്പെട്ടത്. ഇതിനിടെ ഭരണപക്ഷത്തിന്റെ ചട്ടലംഘനത്തെ അനുകൂലിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും രംഗത്തെത്തി. കേരളത്തിൽ പൂർണ്ണ വന്ദേമാതരം പാടേണ്ടതില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രതികരണം. വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കേണ്ട കാര്യമില്ല. അതിൽ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. അതിലെ ആദ്യത്തെ 2 ഇരടികളാണ് ചൊല്ലേണ്ടത്. അതാണ് ഇവിടെ ചൊല്ലിയത്. ആ ചൊല്ലിയതിന് പിന്നെ മറ്റു തടസ്സങ്ങളില്ല. യഥാർത്ഥത്തിൽ വന്ദേമാതരം ആ 2 ഇരടി ചൊല്ലുമ്പോൾ തന്നെ നമ്മൾ ദേശീയ ഗാനം ചൊല്ലുന്നു പോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യമില്ല. അല്ലാതെ ഇരുന്ന് കേൾക്കേണ്ടതാണ്. സഭയിലെ നയപ്രഖ്യാപനത്തിൽ മുസ്ലിം ലീഗിന്റെ മേധാവിത്വവും പ്രകടമായി. +2 ബാച്ചുകളുടെ എണ്ണം ഉയർത്തിയതിനപ്പുറം മലപ്പുറം ജില്ലയിലെ യുവാക്കൾക്കായി നൈപുണ്യ വികസന പദ്ധതികൾ പ്രഖ്യാപനത്തിലുടനീളം പരാമർശിച്ചു. എന്നാൽ മുനമ്പം വക്കഭൂമി പ്രശ്നം, ശബരിമല കേസുകളിലൊന്നും തന്നെ ബി ഡി സർക്കാർ നയം പ്രതിഫലിച്ചതുമില്ല. വരുന്ന 5 വർഷത്തെ ഭരണത്തിന്റെ മറവിൽ മുസ്ലിം പ്രീണനത്തിന്റെ സാമ്പിൾ ഡോസ് കൂടിയായി നയപ്രഖ്യാപനം മാറി. ജനം, തിരുവനന്തപുരം.